ഹായ് ഓൾ KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്തായി എന്ന് നോക്കാം. അച്ചമ്മ വന്നിട്ടുള്ളത് നമ്മളെ രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തവും താലികെട്ടിൽ ചടങ്ങും കൂടി നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ കയറിയിട്ട് പറയുകയാണ്, എന്തിനാ ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ അധിക ചിലവല്ലേ എന്ന് പറയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നു, അതൊന്നും നീ നോക്കണ്ട, അതെല്ലാം ഞാൻ നോക്കിക്കോളും, ഞാൻ പണം ചിലവാക്കിയിട്ട് ഞാൻ കഴിച്ചോളും, ആദ്യം ഇതാണ് നടക്കേണ്ടത് എന്നാണ് അച്ചമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ അഭിപ്രായം. എന്താ ചന്ദ്രേ, എന്താ നിൻ്റെ പ്രശ്നം? ഒരു നല്ല കാര്യമല്ലേ അമ്മ പറഞ്ഞത്, അപ്പോൾ ആ നല്ല കാര്യം ആദ്യം നടത്തി കൊടുക്കല്ലേ നമ്മൾ വേണ്ടത്. അല്ല, സുധിയുടെ കല്യാണം നടക്കാൻ വേണ്ടി പോവുമല്ലേ, അതിനിടയിൽ വീട്ടിൽ വേറൊരു ചടങ്ങ്, അതാ ഞാൻ പറഞ്ഞത്. അതൊരു അനാവശ്യ ചിലവല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സച്ചി ഇടയ്ക്ക് കയറി പറയാണ്, അവൻ്റെ കല്യാണം നടത്തുന്നതാണ് അധിക ചിലവ്, അതാണ് ഇല്ലാതിരിക്കേണ്ടത്. അവൻ്റെ കല്യാണം വേണ്ടാന്ന് വെച്ചാൽ തന്നെ ആ പെണ്ണ് രക്ഷപ്പെടും. അതൊരു പെണ്ണിൻ്റെ നല്ലതിന് വേണ്ടി ചെയ്യുന്നതല്ലേ, ഇതെന്തായാലും നടന്നിരിക്കും. അപ്പം അച്ഛൻ പറയുകയാണ്, രേവതിയുടെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്, അപ്പോൾ ഇതൊരു അനാവശ്യ ചിലവൊന്നുമല്ല. ചന്ദ്ര, അപ്പോൾ നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എന്തിനാ ഇത്ര ധൃതി വെച്ച് നടത്തുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. സച്ചി, അങ്ങനെയല്ല ചോദിച്ചത്. അപ്പോൾ അമ്മ, അതായത് എന്ന് പറഞ്ഞാൽ ഈ കല്യാണ ചെലവിന് നടത്താൻ വെച്ച കാശിൽ നിന്നും എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നടത്താൻ വെക്കണോ? സുധിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നടത്തിയാൽ പോരെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അച്ചമ്മ, മരുമകളെ, കാശ് ചിലവാകുന്നത് ഓർത്ത് നീ പേടിക്കണ്ട, ഈ ചടങ്ങിനുള്ള കാശ് ഞാൻ എടുത്തോളാം, എൻ്റെ മക്കളെ നല്ല കാര്യത്തിനല്ലേ, അതിന് എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചിലവാക്കും. അപ്പോൾ അച്ഛൻ പറയാണ്, അമ്മ പറഞ്ഞത് കേട്ടല്ലോ, ഇനി നിൻ്റെ പ്രശ്നങ്ങൾ തീർന്നല്ലോ. അപ്പോൾ അമ്മ, കുറച്ച് ദിവസം നീട്ടിവെച്ച് നേരിച്ചിട്ട് ലോകം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. അപ്പോൾ സച്ചി, നിങ്ങളെ മോൻ്റെ കല്യാണം അങ്ങ് മാറ്റി നീട്ടി വെച്ചൂടെ എന്ന്. അപ്പോൾ ഇതൊക്കെ സുധി ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ, അത് പറ്റില്ലെങ്കിൽ ഇതും തള്ളി വെക്കാൻ വേണ്ടി പറ്റില്ല കേട്ടല്ലോ ചന്ദ്രേ. അപ്പോൾ അച്ഛമ്മ, സുധിയുടെ കല്യാണം നീ നിശ്ചയിച്ച ഡേറ്റിൽ തന്നെ നടക്കും, അതുപോലെ തന്നെ ഇവരുടെ താലികെട്ടൽ ചടങ്ങും ശാന്തി മുഹൂർത്തവും നാളെ പകലും രാത്രിയായിട്ട് തന്നെ നടക്കും. സച്ചി അടുത്ത് വന്നിട്ട് പറയാണ്, അത് പിന്നെ അച്ഛമ്മേ, ആദ്യം പറഞ്ഞത് പോരെ, രണ്ടാമത്തത് വേണോ? എന്ത്? അല്ല ഈ രാത്രിയിലെ ചടങ്ങേ. അപ്പം അച്ഛൻ, രണ്ടും നടക്കും, അമ്മ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടന്നു തന്നെ ഇരിക്കും, നീ മിണ്ടാതിരുന്നാൽ മാത്രം മതി. അപ്പം അമ്മ, അവൻ തന്നെ പറഞ്ഞല്ലോ വേണ്ടാന്ന്, താലികെട്ട് ചടങ്ങ് വേണേൽ നാളെ നടന്നോട്ടെ, മറ്റേത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി, ഈ സുധിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അല്ലേടാ മോനെ സച്ചി? എൻ്റെ അമ്മോ, എന്തൊരു ആശ്വാസം, എന്തൊരു സന്തോഷം, ഇന്ന് കാക്ക മലർന്ന് പറക്കുമോ എന്തോ. അച്ഛൻ, എന്താടാ? അല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. എടാ മോനെ, അതിന് വേറെ കാരണമുണ്ട്, നിനക്കറിയാഞ്ഞിട്ടാ അല്ലേ ചന്ദ്രേ. അപ്പോൾ അച്ഛമ്മ, ശാന്തി മുഹൂർത്തം ഇപ്പം വേണ്ടെന്ന് നീ എന്തുകൊണ്ടാ പറഞ്ഞേ? അത് പിന്നെ സുധിയാണല്ലോ മൂത്തത്, അപ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ ചടങ്ങ് ആദ്യം നടക്കട്ടെ, അതിനുശേഷം വേണമെങ്കിൽ ഒരു നാൾ കുറിച്ചിട്ട്. അപ്പോൾ അച്ഛൻ, ഇപ്പം കാര്യം മനസ്സിലായി. അപ്പോൾ അമ്മ, സുധിയല്ലേ മൂത്തത്, അവൻ്റെ കല്യാണ ചടങ്ങല്ലേ ആദ്യം നടക്കേണ്ടത്. അപ്പോൾ അച്ഛൻ, അത് നടക്കാതിരുന്നത് ആരുടെ തെറ്റുകൊണ്ടാ? സുധിയുടെ തെറ്റുകൊണ്ട് തന്നെയല്ലേ അത് നടക്കാതിരുന്നത്. സുധിയുടെ തെറ്റുകൊണ്ടല്ല, സമയദോഷം കൊണ്ട് പറ്റിയതാ. അമ്മ, പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും സുധിയുടെ വിവാഹം നടക്കട്ടെ, അതിന് ശേഷം ഇവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോ. ഓ അങ്ങനെ അച്ഛൻ. അപ്പോൾ അച്ഛമ്മ, ചന്ദ്രേ, നിനക്ക് വയസ്സത്രയായി, എന്നിട്ടും നിൻ്റെ മനസ്സ് മാറിയില്ലല്ലോ. നീ പ്രസവിച്ചതല്ലേ സച്ചിയെയും സുധിയെയും, അപ്പോൾ രണ്ടുപേരെയും ഒരേ കണ്ണുകൊണ്ട് തന്നെ കാണണം, അല്ലാതെ ഒരു മോനെ തലയിലും മറ്റവനെ തറയിലും അല്ല വെക്കേണ്ടത്. സച്ചിയുടെ വിവാഹം ആദ്യം നടന്നത്, അതുകൊണ്ട് ചടങ്ങും അതുപോലെ തന്നെ അതേപോലെ നടക്കും. കൃത്യമുഹൂർത്തത്തിൽ തന്നെ നാളെ 2 ചടങ്ങും നടത്തിയിരിക്കും. രവി, നാളെ മുതൽ സച്ചിയുടെയും രേവതിയുടെയും പുതിയ ജീവിതം തുടങ്ങട്ടെ, അല്ലേ? അതെ. അമ്മ പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലുണ്ടോ? ചടങ്ങ് നടക്കട്ടെ. സച്ചി, ശരി, അച്ഛമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ, ഞാൻ ഓക്കെ. മോളിങ് വന്നേ എന്ന് പറഞ്ഞ് രേവതി അടുത്തേക്ക് വിളിച്ചിട്ട് പറയാണ്, നാളെ 2 പേരും പുതുവസ്ത്രം അണിയണം. അല്ലടാ, മോളെയും കൊണ്ടുപോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വാ. അച്ഛനും, ചെല്ലടാ. ഇതൊന്നേരം പോകാം അച്ഛമ്മേ. ഇല്ല, ഇപ്പം തന്നെ പോകണം. പോവാവേ. അച്ഛമ്മ രേവതിയോട് പറയാണ്, സന്തോഷമായില്ലേ നിനക്ക്? മോള് പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്, അച്ഛനിപ്പോൾ വരാം. ശരി അച്ഛ.
എന്നെ കാണിക്കുന്നത് ശ്രുതി ഭക്ഷണമൊക്കെ കഴിച്ച് ടർക്കിയൊക്കെ എടുത്ത് കൈ തുടക്കുകയാണ്. അപ്പോൾ അവിടെ അച്ചമ്മ വന്നു. അപ്പോൾ അച്ചമ്മയോട് ചോദിക്കുകയാണ്, അച്ചമ്മ സുഖമായിരിക്കുന്നോ? ആ മോനെ സുഖം തന്നെ. നിനക്കിന്ന് ജോലിയില്ലേ മോനെ? ആ പോകണം. നീ കല്യാണം കഴിക്കുന്ന പെണ്ണിനെക്കുറിച്ച് നിൻ്റെ അമ്മയ്ക്ക് നല്ല അഭിപ്രായമാണല്ലോ. അവളെ പോലെ ഒരു പെണ്ണ് ഭൂമിയിൽ ഇല്ലെന്ന് തോന്നും ചന്ദ്രയുടെ വർത്തമാനം കേട്ടാൽ. ശ്രുതി നല്ല കുട്ടിയാ അച്ചമ്മേ. അപ്പോൾ അച്ചമ്മ, നിനക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതം തന്നെയല്ലേ? അതേ ചോദ്യം തന്നെയാണ് അച്ഛനും ചോദിച്ചത്. മുന്നനുഭവം ഉള്ളതുകൊണ്ട് ചോദിച്ചതാ. ആദ്യ മനസ്സോടെയൊന്നും അല്ലല്ലോ നീ സമ്മതം മൂളിയത്. അപ്പോൾ അമ്മ ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് ശ്രദ്ധിക്കുകയാണ് ഇവരെ സംസാരം. ഏയ് അല്ല അച്ചമ്മേ. അപ്പോൾ അച്ചമ്മ പറയാണ്, എനിക്ക് ശ്രുതിയെ ഒന്ന് കാണണമായിരുന്നു. അവളുടെ ബ്യൂട്ടി പാർലർ ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ അച്ചമ്മയെ കൂട്ടിക്കൊണ്ടു പോകാം. അച്ചമ്മ റെഡിയാകും. അപ്പോൾ അച്ഛൻ ഇടയ്ക്കേറി ചോദിക്കുകയാണ്, അല്ല അപ്പം നിനക്കിന്ന് ജോലിക്ക് പോകണ്ടേ? പോകണം, സമയമുണ്ടല്ലോ. അപ്പോൾ അച്ചമ്മ, എന്തായാലും അവിടേക്കൊന്നും ഞാനില്ല. നാളെ ഇവിടെ താലികെട്ടൽ ചടങ്ങ് നടക്കുകയല്ലേ. അപ്പം നീ അവളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുമോ? ചടങ്ങിൽ അവളും പങ്കെടുക്കട്ടെ. ഞാൻ അപ്പോൾ കണ്ടോളാം അവളെ. എന്തിനവളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം? കല്യാണം കഴിച്ച് വലതുകാല് വെച്ച് കയറി വരട്ടെ എന്ന് ചന്ദ്ര പറയാണ്. അതിനു മുമ്പ് വേണ്ട, അത് നല്ലതല്ല. അപ്പോൾ അച്ഛൻ പറയാണ്, അവൾ ഇതിനു മുമ്പ് ഈ വീട്ടിൽ വന്നിട്ടില്ലേ? ഉണ്ട്, എന്നാലും. അപ്പോൾ അച്ഛൻ, ഒരെന്നാലും ഇല്ല. അമ്മ എന്തായാലും അവളെ കാണണമെന്ന് പറഞ്ഞതല്ലേ. ആ ശ്രുതി, നീ അവളെ വിളിച്ചിട്ട് നാളെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം. ആ പറയാം അച്ഛാ. അച്ഛന്, മോളെ രേവതി ഭക്ഷണം എടുത്തു വെച്ചോ. അമ്മേ വാ, കൈ കഴുക്, ഭക്ഷണം കഴിക്കാമല്ലോ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്ര തനിച്ചായി അവിടെ. അപ്പോൾ ചന്ദ്ര ചിന്തിക്കുകയാണ്, എന്തെങ്കിലും കാരണം പറഞ്ഞ് അമ്മ ഈ കല്യാണം ഉടക്കുമോ? എന്നെ കാണിക്കുന്നത് നമ്മളെ രേവതി അരിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൾ ചിന്തിക്കുകയാണ്, മേലിൽ ഈ അരിപ്പാത്രത്തിൽ തൊട്ടാൽ നിൻ്റെ കൈ ഞാൻ വെട്ടും. ഈ അരിപ്പാത്രത്തിൽ എൻ്റെ അനുവാദമില്ലാതെ തൊടാൻ പാടില്ല എന്ന്. അപ്പോൾ ചന്ദ്രയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അമ്മേ ഭക്ഷണം ഉണ്ടാക്കണം. അത് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അതിന് എൻ്റെ അനുവാദം എന്തിനാ? അതല്ല അമ്മേ, ചോറുണ്ടാക്കാൻ അരിയെടുത്ത് തരണം. ഞാൻ പറഞ്ഞതനുസരിക്കാതെ നീ അരിയെടുക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ, അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം പേടിയുണ്ട് നിനക്ക്. ഈ പേടി നല്ലതാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ അരിയെടുത്ത് വെച്ചിട്ട് വരാം. ചെന്ന് അമ്മയെയും ദേവുവിനെയും ക്ഷണിക്കണം. വൈകുന്നേരം ഡ്രസ്സ് എടുക്കാനും പോകണം. രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടില്ലല്ലോ. ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയാൽ കൊള്ളാമായിരുന്നു. അതിനും കൂടിയുള്ള അരി എടുത്തു വെക്കുമോ? പക്ഷേ പറയാനും മറന്നല്ലോ. എടുത്തു വെച്ചിട്ടുണ്ട്. അതല്ല, രാത്രിയത്തെ ഭക്ഷണത്തിനും കൂടി അരി വേണമായിരുന്നു. അത് ആ സമയത്തുണ്ടാക്കിയാൽ മതി. ഒന്ന് നിന്നേ. നാളെയല്ലേ നിൻ്റെ താലികെട്ടൽ ചടങ്ങ്? അതെ, നാളെ പകൽ 10:30ക്കും 10:00നും ഇടയിൽ. ഞാൻ പറയുന്നത് കേൾക്കാതെ നീ നിൻ്റെ ഇഷ്ടത്തിന് തീരുമാനിച്ചു അല്ലേ? ഞാനല്ല അമ്മയെ തീരുമാനിച്ചത്, അച്ചമ്മയാ. ഒരച്ചമ്മ. അവരുള്ള ധൈര്യത്തിലാണല്ലോ നീ ഇവിടെ നിന്ന് തുള്ളുന്നത്, അഹങ്കാരം കാണിക്കുന്നത്. 3-4 ദിവസം കഴിഞ്ഞാൽ അവരങ്ങ് പോകും. അപ്പോഴും ഞാൻ കാണും ഇവിടെ, അത് മറക്കണ്ട. ഇത് പറയാനാണോ നിൽക്കാൻ പറഞ്ഞത്? സമയമില്ല, ഞാൻ ചെന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കട്ടെ. വീണ്ടും ചന്ദ്ര, നിൽക്കടി അവിടെ. ശബ്ദമൊക്കെ ഉയരുന്നുണ്ടല്ലോ. വേണ്ട മോളെ, വേണ്ട. എൻ്റെ സമ്മതം ഇല്ലാതെയാ ഇവിടെ ചടങ്ങ് നടത്തുന്നത്. എല്ലാം അമ്മ തന്നെ അങ്ങ് തീരുമാനിച്ചു. എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല. എനിക്ക് ഒരു വിലയും ഇല്ല. ശരി അമ്മേ, ഇതൊക്കെ എന്നോടെന്തിനാ പറയുന്നത്? ഞാൻ പോട്ടെ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം. നിൽക്കടി അവിടെ. നീ എന്നോട് അഹങ്കാരം കാണിക്കുക? അമ്മേ, സമയത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അമ്മ തന്നെ എന്നെ വഴക്ക് പറയില്ലേ? പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ അടുക്കളയിൽ പോയാൽ മതി. ചെറിയ രീതിയിലാണല്ലോ നാളെ വിവാഹം നടത്തുന്നത്, താലികെട്ടൽ ചടങ്ങ്. അപ്പോൾ ഇവിടെയുള്ള ഈ വീട്ടുകാരും ശ്രുതിയും മാത്രം മതി. നാളത്തെ ചടങ്ങിന് നിൻ്റെ അമ്മയെയും അനിയത്തിയെയും അനിയനെയും അവിടെയുള്ള ആടുമാടുകളെയൊക്കെ ക്ഷണിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നേക്ക്. മനസ്സിലായില്ല? അത് നിൻ്റെ വീട്ടുകാർ ഇവിടെ വരരുത്. എന്തുകൊണ്ട് വന്നൂടാ? എൻ്റെ താലികെട്ടൽ ചടങ്ങിൽ എൻ്റെ അമ്മ ഉണ്ടാവേണ്ടതല്ലേ? എന്തുകൊണ്ടാ വരണ്ട എന്ന് പറയുന്നത്? വരരുത്, അത്ര തന്നെ. നാളത്തെ ചടങ്ങിൽ ശ്രുതി വരുന്നുണ്ട്. അവൾ വലിയ വീട്ടിലെ ഒരു പണക്കാരി പെണ്ണാ. അവൾ വരുമ്പോൾ പൂക്കാരി കുടുംബത്തെ കണ്ടാൽ എന്ത് വിചാരിക്കും? പൂക്കാരി കുടുംബത്തിൽ നിന്നാ ഇവിടെയുള്ളവൻ കല്യാണം കഴിച്ചതെന്ന് അറിഞ്ഞാൽ എനിക്കത് നാണക്കേടാ. എൻ്റെയും അവളെയും സ്റ്റാറ്റസിന് ചേർന്നവരല്ല നിങ്ങൾ. എൻ്റെ താലികെട്ടൽ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എൻ്റെ അമ്മയ്ക്കും ആഗ്രഹം കാണില്ലേ? അങ്ങനെ ഒരാഗ്രഹം നിൻ്റെ അമ്മയ്ക്കുണ്ടെങ്കിൽ നീ നിൻ്റെ ചടങ്ങ് നിൻ്റെ വീട്ടിൽ വെച്ച് നടത്ത്. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടെ നിൽക്കുന്നത്. ലളിതമായിട്ട് ചടങ്ങ് നടത്തിയാൽ മതി. ശ്രുതിയും ഈ വീട്ടുകാരും മാത്രം. നിൻ്റെ വീട്ടുകാർ വരണ്ട. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെയേ പറയൂ. ഹായ്. ശ്രുതി അവിടേക്ക് വന്നപ്പോഴത്തേക്കും സോറി, സച്ചി അവിടേക്ക് വന്നു. അതുവരെ കേട്ട് നിൽക്കായിരുന്നു പറയുന്നതൊക്കെയും. എന്നിട്ട് അവിടേക്ക് വന്നിട്ട് പറയുന്നത്, ഹായ് രേവതി,
നിൻ്റെ കല്യാണ ചടങ്ങല്ലേ നാളെ നടത്തുന്നത്. അപ്പോൾ അതിന് ആരൊക്കെ പങ്കെടുക്കണം, ആരൊക്കെ വിളിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയാണ്. അല്ലാതെ സുധിയുടെ അമ്മയല്ല. നിൻ്റെ ചടങ്ങായത്. എന്ത് വേണം, ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. തീരുമാനിക്കാൻ ഇവരാരാ? രേവതി, നിനക്ക് ആരെയൊക്കെ ക്ഷണിക്കണം എന്ന് നീ തീരുമാനിച്ചിട്ട് അവരെയൊക്കെ നീ വിളിച്ചോ. ഇഷ്ടമുള്ളവരെ ക്ഷണിച്ചോ, എല്ലാവരും വരട്ടെ. നിൻ്റെ അമ്മയും സഹോദരിയും സഹോദരനും ഉറപ്പായിട്ടും നാളത്തെ ചടങ്ങിന് വേണം. അത് നീ പോകണ്ട, ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയിട്ട് നിൻ്റെ വീട്ടിൽ പോയിട്ട് നേരിട്ട് ക്ഷണിച്ചോളാം, നിൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും. പിന്നെ പൂക്കെട്ടുന്ന നിൻ്റെ ബന്ധുക്കൾ, അയൽക്കാർ ഒക്കെ ക്ഷണിക്കാം. എല്ലാവരെയും വിളിച്ച് പറഞ്ഞേക്ക്, എല്ലാവരും ഇങ്ങ് പോരട്ടെ. നാളെ ഒരു ഉത്സവം ആക്കണം ഇവിടെ. നിൻ്റെ ബന്ധുക്കളിൽ ഒരാളെയും വിട്ടുപോകരുത്. ഞാൻ ക്ഷണിച്ചോളാം. അപ്പോൾ സച്ചി ചെല്ല്, വേഗം ചെല്ല്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുക, നല്ല വിശപ്പുണ്ട്. സച്ചി കൈകാട്ടി കാണിക്കാണ്. പോയട്ടെ പോയട്ടെ എന്ന് പറഞ്ഞ അമ്മയെ അവിടെ നിന്ന് തുരുത്തുകയാണ്. അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപമാനപ്പെടുത്തിയത് അവനാണോ അതോ നീയാണോ? ചന്ദ്രേ, രേവതിയോട് നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ആ കുട്ടിയായതുകൊണ്ട് കേട്ടു നിന്നു. വേറെ വല്ല പെണ്ണുങ്ങളും ആണെങ്കിലോ? ഈ പൂക്കാരി കുടുംബത്തിന് എന്താ ഒരു കുറവ് ചന്ദ്രേ? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് രേവതിയെപ്പോലൊരു മരുമകളെ കിട്ടിയത് നീ ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടത്. ചിരിപ്പിക്കല്ലേ, നിങ്ങൾ എന്നെ ചിരിപ്പിച്ച് കൊല്ലല്ലേ. നിങ്ങൾക്ക് ന്യായീകരിച്ചല്ലേ പറ്റൂ. അവളെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളാണല്ലോ. പൂക്കാരി കുടുംബം തന്നെയാ. എങ്ങനെ എടുത്താലും അവർ നമുക്ക് താഴെ തന്നെയാ. എന്ത് താഴെ? പൂക്കളെപ്പോലെ തന്നെ സുഗന്ധമുള്ള ഒരു കുടുംബമാണത്. രേവതി അങ്ങനെ തന്നെയാ. നാറുന്ന പൂക്കളും ഉണ്ട്. അവരുടെ അടുത്ത് പോകാൻ പറ്റില്ല, അതിൽപ്പെട്ടതാ അവർ. രേവതി അങ്ങനെ തന്നെയാ. അത് നിൻ്റെ മൂക്കിൻ്റെ കുഴപ്പാ ചന്ദ്രേ. എല്ലാം നിങ്ങളെ കുഴപ്പാ. അവളെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് നിങ്ങളല്ലേ. എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരും. എനിക്കത് ഓർക്കാനേ വയ്യ. ചടങ്ങ് വേറെ എവിടെയെങ്കിലും വെച്ച് നടത്തിക്കൂടെ നിങ്ങൾക്ക്? ഇവിടെ വെച്ച് തന്നെ നടത്തും. നീ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതവളുടെ ചടങ്ങാ, നിങ്ങളതിൽ ഇടപെടണ്ട എന്നല്ലേ നിങ്ങളുടെ മോൻ എന്നോട് പറഞ്ഞത്. അത് ക്ഷണിക്കേണ്ട കാര്യത്തിലാ. അമ്മായിയമ്മ എന്ന രീതിയിൽ ചടങ്ങ് നടത്തേണ്ടത് നീയാ. നടത്തിയത് തന്നെ. ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തവരുടെ ചടങ്ങിന് ഞാനില്ല. ഞാൻ ഈ മുറിയിൽ അടച്ചിരിക്കും. ആ ഭാഗത്തേക്കേ ഞാൻ വരില്ല. നീ പറയുന്നത് മകനും മരുമകളും അനുസരിച്ചില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. നീ പറയുന്നത് മുഴുവൻ മരുമകളും മോനും അനുസരിക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്തുകൊണ്ട്? ആ പൂക്കാരി കുടുംബ ചടങ്ങിന് വരരുത് എന്ന് പറഞ്ഞതാണോ തെറ്റ്? സ്ത്രീയെ, നീ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നത് നിർത്ത്. വീട്ടിലൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ വന്നിട്ട് ആ ചടങ്ങ് ഭംഗിയാക്കുന്നത് നല്ല കാര്യമല്ലേ. ഈ രേവതിയുടെ അമ്മ വന്നു കഴിഞ്ഞാൽ അവൾ എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് നിനക്കറിയാവോ? അവൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? സന്തോഷം, നിന്റെ ഭാഗ്യം. നീ പറഞ്ഞത് അമ്മ കേട്ടില്ല. നീ പറഞ്ഞത് അമ്മ കേട്ടിരുന്നെങ്കിൽ നിന്റെ കഥ കഴിഞ്ഞേനെ. ചന്ദ്രേ, നീ ഞാൻ പറയുന്നത് അനുസരിക്ക്. ചടങ്ങ് നല്ല രീതിയിൽ തന്നെ നടത്തണം. നല്ല രീതിയിൽ തന്നെ അത് നടത്തണം. നീ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നിന്നാൽ അമ്മ നിനക്ക് നല്ല വഴക്ക് തരും. അതിന് നീ ഇടവരുത്തരുത്. ആ ശ്രുതിയെയും കൂടി വിളിച്ച് പറഞ്ഞേക്ക്. ശ്രുതിയെ വിളിച്ചിട്ടുണ്ട്. നീ വിളിച്ചിട്ട് പ്രത്യേകം അവളോട് ചടങ്ങിന് വരാൻ വേണ്ടി പറയണം. അമ്മ അവളെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. പിന്നെ രേവതിയുടെ കുടുംബം വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വേണം അവരെ സ്വീകരിക്കാൻ. അവരോട് മര്യാദ കാണിക്ക്. കാരണം വീട്ടിലൊരു ചടങ്ങ് നടത്തുമ്പോൾ അതിൽ സന്തോഷം കൊണ്ടാടുക, അല്ലാതെ ആ സന്തോഷം കെടുത്താനല്ല നോക്കേണ്ടത്. എല്ലാവരും ഒറ്റക്കെട്ടാ, ചിരിച്ചുകൊണ്ടല്ല, ഏറുപടക്കം പൊട്ടിച്ചുകൊണ്ടാണ് ഞാൻ അവരെ സ്വീകരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് രേവതി പച്ചക്കറി അരിഞ്ഞിടുന്നതാണ്. അവിടെ സച്ചി വന്നിട്ട് വിളിക്കുകയാണ് രേവതി എന്ന്. രേവതി, ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടാ. ഞാൻ നിൻ്റെ വീട്ടിൽ ചെന്ന് മറ്റുള്ളവരൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞെന്ന്? ഞാൻ ആരെയും കാണുകയില്ല, ഞാൻ ക്ഷണിക്കുകയില്ല. ഞാൻ അവരുടെ അടുത്ത് നിന്ന് വെറുതെ പറഞ്ഞതാണ്. അമ്മ നിന്നോട് പറയുന്നത് ഞാൻ കേട്ടു, നിൻ്റെ വീട്ടിൽ നിന്ന് ആരെയും ക്ഷണിക്കണ്ട എന്ന്. അത് പറയാൻ അമ്മയാരാ? അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെൻ്റെ വീട്ടിൽ പോവില്ലേ? അതിനൊക്കെ എനിക്ക് ഇടുന്ന സമയം. നീ ചെന്ന് ക്ഷണിച്ചാൽ മതി. എനിക്ക് ആരെയൊക്കെ ചടങ്ങിന് വിളിക്കണം അവരെയൊക്കെ നീ അങ്ങ് വിളിച്ചാൽ മതി. നമ്മുടെ ഈ കാര്യം നമ്മൾ ആരെയൊക്കെ വിളിക്കണം, ആരെയൊക്കെ ക്ഷണിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലാതെ അമ്മയല്ല. അവർ പറയുന്നത് പോലെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എല്ലാ കാര്യത്തിലും അവർ തന്നെ തീരുമാനമെടുക്കും. നമ്മളെവിടെ പോകണം, എന്ത് ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ നടക്കണം എന്നൊക്കെ അവർ തന്നെ തീരുമാനിക്കും. പിന്നെ നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യണം, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല ചെയ്യേണ്ടത്. നീ വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും സഹോദരങ്ങളോടും വരാൻ പറ. അതെ, എന്നാൽ ഞാൻ പോട്ടെ. അതെ, അവൻ്റെ കൈയെടുത്ത് 2 കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് അവൾ പറയാണ്, സന്തോഷമായി എനിക്ക്. താങ്ക്സ്. എന്തിന്? എനിക്ക് വേണ്ടി അമ്മയോട് സംസാരിച്ചതിന്. ശരി, ഞാനത് വരവ് വെച്ചു.
അമ്മയെ കാണാൻ പോകുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വരണം, അതല്ലേ അതിൻ്റെ ഒരു ശരി. വൈകുന്നേരം ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വഴി നിൻ്റെ വീട്ടിലും കയറാം, പോരെ? അതും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോയി. അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ സച്ചി കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ തന്നെ അവളെ തിരിഞ്ഞു നോക്കുകയാണ്. അവൾ അവിടെ നിന്നുകൊണ്ട് പിന്നെ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ, അവൾ പുഴയിൽ വീണപ്പോൾ എടുത്ത് പൊന്തിച്ചതും ഒന്നുമില്ല രേവതി, പേടിക്കേണ്ട രേവതി എന്നൊക്കെ പറഞ്ഞ ആ രംഗമാണ്. അവിടെ വെച്ച് അവൾ അവനെ കെട്ടിപ്പിടിച്ചതും അവൻ അവളെ കെട്ടിപ്പിടിച്ചതും സന്തോഷത്തോടു കൂടി പെരുമാറിയതും, അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് മരുന്ന് വെച്ചു കൊടുത്തതും പിന്നെ അവളെ പൊക്കിയെടുത്ത് നടന്നുകൊണ്ട് പോയതും, അങ്ങനെയുള്ള ആ രംഗങ്ങളൊക്കെ, ആ സീനുകളൊക്കെ അവൾ അവിടെ നിന്നുകൊണ്ട് ആലോചിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.